ബറൂഖ് ശാസ്ത്രിയുടെ ഒന്നാം ലേഖനം, 1-ാം അധ്യായം, 9 മുതൽ 12 വരെ തിരുവചനങ്ങൾ. ബറക്കുമോർ. ഇനിയും എൻ്റെ സഹോദരന്മാരെ, ബാബിലോണിലെ നെബൂഖദ്നേസർ രാജാവ് നമുക്ക് വരുത്തിയ സെഹിയോന് സംഭവിച്ച കാര്യങ്ങൾ എന്തെന്ന് നിങ്ങൾ ആദ്യമേ അറിഞ്ഞിരിക്കണം. നമ്മെ സൃഷ്ടിച്ചവനോട് നാം പാപം ചെയ്തു, നമ്മോടുള്ള കൽപ്പനകളെ നാം പാലിച്ചില്ല. നാം കൂടുതൽ ദുരിതമനുഭവിക്കേണ്ടി വരുമെന്ന് നാം ഓർത്തില്ല. ഇപ്പോൾ എൻ്റെ സഹോദരരെ, ഞാൻ നിങ്ങളെ അറിയിക്കുന്നു, ശത്രുക്കൾ നഗരത്തെ വളഞ്ഞപ്പോൾ മഹോന്നതൻ്റെ ദൂതന്മാർ അയക്കപ്പെട്ടു. അവർ ഉറപ്പേറിയ കോട്ട മറിച്ചിട്ടു. ഇളക്കി മാറ്റാവതല്ലാത്ത ശക്തിയേറിയ ഇരുമ്പ് സാക്ഷാകൾ അവർ തകർത്തു. എന്നാൽ ശത്രുക്കൾ അശുദ്ധമാക്കാതിരിക്കേണ്ടതിന് വിശുദ്ധ പൂജാ ഉപകരണങ്ങളെല്ലാം അവർ മറച്ചുവെച്ചു. ഇവയ്ക്കെല്ലാം ശേഷം അവരെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. കോട്ടമതിൽ മറിഞ്ഞു കിടന്നു. ആലയം കൊള്ള ചെയ്യപ്പെട്ടു. ദേവാലയത്തെ അഗ്നിക്ക് ഇരയാക്കുകയും ചെയ്തു. അവർ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടത് മൂലമാണ് ജനം പരാജിതരായത്. അതായത്, യുദ്ധത്തിൽ മഹോന്നതന്റെ ആലയം വരെ നശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്ന് ശത്രുക്കൾ വമ്പ് പറയാതിരിക്കേണ്ടതിന് തന്നെ. തൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ജീവിപ്പിച്ചവനായ മശീഹ ഞങ്ങളുടെ മരിച്ചുപോയവരെ ഉയർപ്പിക്കുകയും ഞങ്ങളോട് കൃപയുണ്ടാകുകയും ചെയ്യണമേ. ആമേൻ.